ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഏവർക്കും ഫുട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാമ്പ് നൗവിലേക്കുള്ള തിരിച്ചുവരവ് ബാഴ്സലോണ അങ്ങ് തിമിർത്തു, ആഘോഷിച്ചു കളഞ്ഞു. കാരണം 4 ഗോളിന്റെ ത്രില്ലിംഗ് വിജയമാണ് ബാഴ്സ സ്വന്തമാക്കിയിട്ടുള്ളത്. അത്ലറ്റിക്കോ ബിൽബാവോയെ അങ്ങ് തകർത്ത് കളഞ്ഞു ബാഴ്സ ഈ മത്സരത്തിൽ. എതിരില്ലാത്ത 4 ഗോളിന്റെ വിജയം. നമ്മൾ ഈ ഒരു മത്സരത്തിലെ ഗോളുകളിലേക്ക് തന്നെ ആദ്യം കടക്കാം. ആദ്യമേ തന്നെ റോബർട്ട് ലെവൻഡോസ്കിയാണ് ഈ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. കളിയുടെ തുടക്കത്തിൽ തന്നെ 4-ാം മിനിറ്റിൽ തന്നെ ആ ഡിഫൻസിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് കിട്ടിയൊരു അവസരം അദ്ദേഹം ഗോളാക്കി. ഒരു 100% ഗോളാക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നിന്നുള്ള ഒരു ഷൂട്ടൊന്നും അല്ലായിരുന്നു അത്. പക്ഷെ ലെവൻഡോസ്കിയാണ് അത് അടിച്ചിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. കീപ്പറുടെ കൈ തട്ടി ആണ് അകത്തേക്ക് പോകുന്നത്. അങ്ങനെ കളിയുടെ 4-ാം മിനിറ്റിൽ തന്നെ ബാഴ്സ ലീഡ് എടുക്കുകയാണ്. പിന്നീട് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ് ബാഴ്സയുടെ 2-ാം ഗോൾ വരുന്നത്. ഫെറാൻ ടോറസ് ആണ് ഗോൾ സ്കോർ ചെയ്തത്. ഈ ഗോളിന് യമാല് കൊടുത്തിട്ടുള്ള ആ ഒരു അസിസ്റ്റ് ഉണ്ട്, ടോപ്പാണത്, ടോപ്പ് ക്ലാസ് അസിസ്റ്റ് ആണ്. യമാലിന്റെ ഒരു ട്രേഡ് മാർക്ക് സാധനമാണ് ഈ ഒരു ട്രിബാല പാസ്. അപ്പോൾ ആ ഒരു പാസ് ഇതിനു മുമ്പ് ഈ ഒരു മാച്ചിൽ തന്നെ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം അത് ട്രൈ ചെയ്തിരുന്നു, നടന്നില്ല. പക്ഷേ ഇത്തവണ അത് പെർഫെക്റ്റ് ആയിട്ട് യമാൽ ചെയ്തു, കിടിലനാക്കി അത് ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഫെറാൻ ടോറസ്. അങ്ങനെ ആദ്യ പകുതി 2 ഗോളിന്റെ ലീഡ്. 2-ാം പകുതിയുടെ തുടക്കത്തിൽ 48-ാം മിനിറ്റിലായിരുന്നു ഫെർമിൻ ലോപ്പസിന്റെ ഗോൾ വരുന്നത്. ഫെർമിൻ ലോപ്പസിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട് ഈ മാച്ചിൽ. ഫെർമിൻ ലോപ്പസ് ആണ് ഈ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച്. അപ്പോൾ അത് ഞാൻ വഴിയെ സംസാരിക്കാം. പിന്നെ 54-ാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസിനെ തന്നെ ഫൗൾ ചെയ്തതിന് ഒരു റെഡ് കാർഡ് ഒരു ബിൽബാവോ താരത്തിന് ലഭിക്കും. ആദ്യം അതിന് യെല്ലോ കൊടുക്കും, പിന്നീട് റെഡ് കൊടുക്കും. അത് ഒരു ബ്ലണ്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ റെഫറിയുടെ മുന്നിലാണ് നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് റെഫറി യെല്ലോ കൊടുത്തു എനിക്കറിയാൻ പാടില്ല. കാരണം അതൊരു ഇന്റൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫൗളാണ്. കാലിലേക്ക് അങ്ങ് അടിക്കുവാണ്, ഒറ്റ അടി കാലിലേക്ക്. അതൊരു പ്ലെയറിന്റെ കരിയർ വരെ സ്പോയിലാക്കാൻ പോകുന്ന അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫൗളാണ്. വെറുതെ ഒരു ആവശ്യമില്ലാതെ ചെയ്ത ഫൗളാണ്. അതിനുശേഷം പിന്നെ ബിൽബാവോയ്ക്ക് ഒരു തിരിച്ചു വരവ് സ്വപ്നത്തിൽ മാത്രമാണ്. 10 പേരായിട്ട് അവർ ചുരുങ്ങി. പിന്നെ ബിൽബാവോയ്ക്ക് അങ്ങനെ ഒരു തിരിച്ചു വരാനുള്ള ഒരു ഇതില്ല. കാരണം 10 പേരെ വെച്ച് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി ബാഴ്സലോണ ആ ഒരു ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ആരാധകർ വലിയ രീതിയിൽ അവിടെ തടിച്ചു കൂടിയിരുന്നു. 45,000-ഓളം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ക്യാമ്പ് നൗ തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അവർ തുറന്നിട്ടില്ല. എന്നിട്ട് പോലും വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോമിൽ അവർ കളിക്കുന്ന ഫീൽ അവർക്ക് കിട്ടി. അങ്ങനെ അവർ 3 ഗോളിന്റെ ലീഡായി, 10 പേരായിട്ട് ചുരുങ്ങി. ഇനി ബിൽബാവോയ്ക്ക് ഒരു രക്ഷയുമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അങ്ങനെ ഇരിക്കുകയാണ് അവസാന നിമിഷം ഫെറാൻ ടോറസ് മറ്റൊരു ഗോൾ സ്കോർ ചെയ്യുന്നത്. ഇത്തവണയും ലാമിൻ യമാലായിരുന്നു അസിസ്റ്റ് നൽകിയത്. കിടിലമായിട്ടുള്ള ഒരു അസിസ്റ്റ് ആയിരുന്നു. ഒരു ത്രൂ ബോളാണ്. ഞാൻ ആദ്യം അത് ഓഫ് സൈഡ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ചെക്ക് ചെയ്ത് VR ചെക്ക് ചെയ്തതിനു ശേഷം അത് ഓഫ് സൈഡ് അല്ല എന്ന് കാണിക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ ഫെറാൻ ടോറസ് ഒരു ഷൂട്ട് തീർത്തിരുന്നു, ഗോളാക്കി. പക്ഷെ അത് ഓഫ് സൈഡ് ആയിരുന്നു. എന്നാൽ ഇത് ഓഫ് സൈഡ് അല്ല. അങ്ങനെ ഇതില്ലാത്ത 4 ഗോളിന്റെ ഒരു വിജയം ബാഴ്സ സ്വന്തമാക്കി. ഇനി ബാഴ്സ താരങ്ങളുടെ പ്രകടനത്തിലേക്ക് വരണം. ജോ ഗാർസിയ അവരുടെ ഗോൾ കീപ്പർ എൻജുറികൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഒരു ക്ലീൻ ഷീറ്റ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. 7.7 റേറ്റിംഗ്. വളരെ മികച്ചൊരു പ്രകടനം ബാഴ്സയുടെ ആ ഒരു ഗോൾ മുഖത്ത് താരം നടത്തിയിട്ടുണ്ട്. കിടിലൻ പെർഫോമൻസ് നടത്തി. അതായത് ബാഴ്സയുടെ ഡിഫൻസിന് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ജോ ഗാർസിയ ആ ഒരു ഡിഫൻസ് കീപ്പറായിട്ട് നിൽക്കുന്ന സമയത്ത്. ഇനി ബാഴ്സയുടെ ഡിഫൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജുവൽസ് കുണ്ടേ വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് നടത്തിയത്. ചില സമയങ്ങളിലെല്ലാം ജുവൽസ് കുണ്ടയ്ക്ക് ഇത്രയും സ്പീഡായിട്ടുള്ള ഇന്റർസെപ്ഷൻസ് ജുവൽസ് കുണ്ടയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു ആദ്യ പകുതിയിലൊക്കെ. അപ്പോൾ 7.5 ജുവൽസ് കുണ്ടയുടെ റേറ്റിംഗ് വരുന്നത്. പിന്നെ ബാഴ്സയുടെ ആ ഒരു സ്റ്റോപ്പർ ബാക്ക് അറിയാലോ, പൗ കുബാർസിക്ക് 7.7 റേറ്റിംഗ് ആണ്. നല്ലൊരു പെർഫോമൻസ് കുബാർസിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു മാച്ച് കണ്ടിരുന്നു. കുബാർസിക്കൊപ്പം സെന്റർ ബാക്കായിട്ട് ഈ മാച്ച് കളിച്ചിരുന്നത് മാർട്ടിനാണ്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ജെറാഡ് മാർട്ടിന് ഒരു വിങ് ബാക്കാണ്. അദ്ദേഹത്തെ ഇതിനു മുമ്പ് സെന്റർ ബാക്കിൽ കളിപ്പിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു മാച്ച് സെന്റർ ബാക്കിൽ കളിപ്പിക്കുന്നു. നല്ല പെർഫോമൻസ് നടത്തി. 7.5 താരത്തിന്റെ റേറ്റിംഗ്. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ബാഴ്സയുടെ ഒരു ബാൽഡെയാണ് കളിച്ചത്. ബാൽഡയ്ക്ക് ഇഞ്ചുറി പറ്റുകയും ചെയ്തു. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് കളി നിർത്തിപ്പോയി. അതുവരെ അദ്ദേഹം നന്നായിട്ട് തന്നെയായിരുന്നു കളിച്ചിരുന്നത്. 6.9 ബാൽഡയുടെ ആ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത്. മിഡ്ഫീൽഡിലാണ് യഥാർത്ഥ കളി. കാരണം മിഡ്ഫീൽഡിൽ ഫെർമിൻ ലോപ്പസ്, അതുപോലെ തന്നെ എറിക് ഗാർസിയ
നോർമലി സെന്റർ ബാക്ക് ആയിട്ട് റൈറ്റ് ബാക്ക് ആയിട്ടെല്ലാം കളിക്കുന്ന എറിക് ഗാർസിയനെ ഇന്നൊരു മിഡ്ഫീൽഡിൽ ഒരു പ്യൂർ രീതിയിലാണ് കളിപ്പിച്ചത്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന റോളിലാണ് ഹാൻസി ഫ്ലിക്ക് കളിപ്പിച്ചത്. പിന്നെ ഡാനി ഓൾമോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഒരുമാതിരി തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്യൂട്ടായിട്ട് ഇതുവരെ നോർമലി റൈറ്റ് ബാക്ക് ആയിട്ടും സെൻറ്റർ ബാക്ക് ആയിട്ടും ബാഴ്സയിൽ കളിക്കുന്ന ഒരു താരത്തെ കളിപ്പിക്കുന്നു. പിന്നെ 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെ കളിപ്പിക്കുന്നു. സെൻറ്റർ മിഡ് ഇല്ല. അപ്പോൾ ഓൾറെഡി അറിയാലോ, ടീമിലുള്ള മെയിൻ സെൻറ്റർ മിഡ് താരങ്ങൾക്ക് ഒരാൾക്ക് ഇഞ്ചുറിയാണ്, ഒരാൾക്ക് റെഡ് കാർഡിൻ്റെ സസ്പെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിൽ ഇങ്ങനത്തെ ഒരു രീതി അദ്ദേഹം പരീക്ഷിച്ചിരിക്കുന്നു. അതായത് ഗാർസിയ വളരെ മികച്ച രീതിയിൽ തനിക്ക് തന്ന ആ ഒരു റോള് കൈകാര്യം ചെയ്തു. 7 താരത്തിൻ്റെ റേറ്റിംഗ്. വളരെ നന്നായിട്ട് തന്നെ കളിച്ചിരുന്നു. അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസ് എടുത്തു പറയണം കേട്ടോ, ഒരു ഗോൾ താരം സ്കോർ ചെയ്തു എന്നതിലുപരി ഈ മാച്ചിൽ ഫെർമിൻ ലോപ്പസിന് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, നോർമലി ഫെർമിൻ ലോപ്പസ് ഒരു വിങ്ങറായിട്ടോ ഇല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടോ കളിക്കും. എന്നാൽ ഈ മാച്ചിൽ ഒരു സെൻറ്റർ മിഡ് റോളിൽ കളിക്കേണ്ട ഈ ഒരു അവസ്ഥ ഫെർമിൻ ലോപ്പസിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനി ഓൾമോ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒരേ സമയം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ ഫിർമിൻ അത് നന്നായിട്ട് കൈകാര്യം ചെയ്തു കേട്ടോ. വളരെ മികച്ച രീതിയിൽ ഫിർമിൻ അത് കൊണ്ടുപോയി. ഫിർമിന് 8.2 ഈ ഒരു മാച്ചിലെ റേറ്റിംഗ്. 64 മിനിറ്റ് മാത്രമാണ് ഫിർമിൻ കളിച്ചത്. വളരെ മികച്ച രീതിയിൽ കളിച്ചൊരു ഗോളും സ്കോർ ചെയ്തു. പിന്നെ ഡാനി ഓൾമോന് എനിക്കൊരു ആവറേജ് പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം 6.8 താരത്തിൻ്റെ റേറ്റിംഗ്. താരത്തിൻ്റെ 1-2 നല്ല ഷൂട്ടൊക്കെ നമ്മൾ കണ്ടിരുന്നു, കുറച്ച് ഇന്റർസെപ്ഷൻസ്, നല്ല കുറച്ച് പാസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും കുറച്ചുകൂടി ഞാൻ നോർമലി ഡാനി ഓൾമോന്റെ ഒരു പെർഫോമൻസിലേക്ക് എത്തിയില്ല. അത് അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു ഡാനി ഓൾമോ ഏറെക്കുറെ ഈ സെന്റർ മിഡ് അറ്റാക്കിംഗ് മിഡ് ഈ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ മാച്ചിൽ. അതായിരിക്കാം ചിലപ്പോൾ ഒരു കാരണം. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ 3 പേര് ഒന്നിനൊന്നിന് മാച്ചുമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ലാമിൻ യമാലിൻ്റെ 2 കിടിലം അസിസ്റ്റ് യമാൽ നൽകി. 7.8 യമാലിൻ്റെ റേറ്റിംഗ്. വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു യമാൽ ആ ഒരു റൈറ്റ് വിങ്ങിൽ ഈ ഒരു മാച്ചിന് നടത്തിയിട്ടുള്ളത്. കിടിലം പെർഫോമൻസ്. പിന്നെ റോബർട്ട് ലെവൻഡോസ്കി, തനിക്ക് പ്രായം 37, പക്ഷേ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിക്കുന്ന പോലത്തെ ഒരു പെർഫോമൻസ്. ഒരു ഗോൾ അദ്ദേഹം സ്കോർ ചെയ്ത് എന്നതിലുപരി നല്ല രീതിയിൽ ആ ഒരു സെന്റർ ഫോർവേഡ് പൊസിഷനിൽ താരം കളിച്ചിട്ടുണ്ട്. 7.8 റോബർട്ട് ലെവൻഡോസ്കിയുടെ ഈ ഒരു മാച്ചിലെ റേറ്റിംഗ്. ഫെറാൻ ടോറസിന്റെ റേറ്റിംഗ് 9.2. 2 ഗോളുകൾ ഈ ഒരു മാച്ചിൽ ഫെറാൻ ടോറസ് സ്കോർ ചെയ്തിരുന്നു. ബ്രില്യൻ പെർഫോമൻസ് താരം നടത്തി. താരം വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു മാച്ചിൽ ഈസി ആയിട്ട് ആ ഒരു ഹാട്രിക് സ്കോർ ചെയ്യാം താരത്തിന് കഴിയുമായിരുന്നു. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യം 2 ഗോളിൽ ഒതുങ്ങി. അങ്ങനെ ബാഴ്സയുടെ 4 ഗോൾ വിജയമാണ് നമ്മൾ കണ്ടത്. ഈ ഒരു മാച്ചിൽ എനിക്ക് എടുത്തു പറയേണ്ട ചില മൊമെന്റ്സിനെ കുറിച്ച് ഞാൻ പറയാം. 10ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ ആ ഒരു മെസ്സി ചാൻറ്റ് ആ ഒരു ക്യാമ്പ് നൗവിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടോ. അറിയാലോ, ബാഴ്സയുടെ ലെജൻഡ്, ബാഴ്സയുടെ എക്കാലത്തെയും മികച്ച താരം, ലാലിഗയിൽ എക്കാലത്തെയും മികച്ച താരമാണ് ലയണൽ മെസ്സി. അദ്ദേഹത്തിന്റെ ചാൻറ്റ് മെസ്സി 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 എന്നുള്ള ആ ചാൻറ്റ് 10ാം മിനിറ്റിൽ നമ്മൾ കേട്ടു. അതിനുശേഷം കളിയുടെ തുടക്കം മുതൽ അവസാനം വരെ അറിയാലോ, അത്ലറ്റിക്കോ ബിൽബോയുടെ ആ ഒരു സ്റ്റാർ ബോയ് നിക്കോ വില്യംസ്, അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ക്രിറ്റിസിസമായിരുന്നു ബാഴ്സ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റുവാങ്ങേണ്ടി. അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആ ഒരു ആദ്യ 11 സ്റ്റേഡിയത്തിൽ വിളിച്ചു പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് പറയും. ആ ഒരു സമയത്ത് തുടങ്ങി ആ കളി അവസാനിക്കുന്നത് വരെ ആ ഒരു ഇതുണ്ടായിരുന്നു. അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ കാര്യം ബോൾ കിട്ടുന്ന സമയത്ത് ഈ മാച്ചിൽ വെറും 5.7 വളരെ പൂവറായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് നിക്കോ വില്യംസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ ഒരു മാച്ച് കണ്ടിട്ടുള്ളത്. അവരുടെ ടീമിൽ എടുത്തു പറയത്തക്ക ഒരു പെർഫോമൻസ് നടത്തിയ ഒരു താരമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ലാപ്പോർട്ടയാണ്. ലാപ്പോർട്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. 6.8 ഐമറിക് ലാപ്പോർട്ടിന്റെ ആ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത്. അറിയാലോ, ബാഴ്സയുടെ ഹോമിൽ എത്തിയതിൻ്റെ ഒരു ആവേശം ബാഴ്സയിലുണ്ടായിരുന്നു. മറുഭാഗത്ത് ആർക്കും തന്നെ അങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഒരു മാച്ചിൽ. സബ്ബായിട്ട് ഇറങ്ങിയിട്ട് മാർക്കെസഡോ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. 7 റേറ്റിംഗ് ഒക്കെ താരത്തിനുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഴ്സ അവരുടെ 81ാം മിനിറ്റിൽ ഡാനി ഓൽമോനെ മാറ്റിയിട്ട് റാഫീനി ഇറക്കി. റാഫീന ഈ സീസണിന്റെ തുടക്കത്തിൽ ഇഞ്ചുറി പറ്റിയതാണ്. അതിന് ശേഷം ഇപ്പോഴാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഈ ഒരു മാച്ചിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം,
റാഫീഞ്ഞയുടെ തിരിച്ചുവരവാണ്. പിന്നെ മറ്റൊന്ന് ജോൺ ഗാർഷ്യയുടെ ആ ഒരു തിരിച്ചുവരവാണ്. താരം കളിച്ചിരുന്ന സമയത്ത് ബാഴ്സ തോറ്റിട്ടേ ഇല്ല, വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നു ബാഴ്സ. താരത്തിന്റെ ഇഞ്ചുറി അതിനുശേഷം PSG-ക്കെതിരെ, അതുതന്നെ റയലിനെതിരെ, പിന്നെ സെവില്ലയ്ക്കെതിരെയൊക്കെ ബാഴ്സ, വലൻസിയക്കെതിരെയൊക്കെ ബാഴ്സ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ബാഴ്സയുടെ ആ ഒരു താളം തന്നെ തെറ്റിപ്പോയി, ഇവരുടെയൊക്കെ ഇഞ്ചുറീസ്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ റിക്കവറായി തിരിച്ചു വരുന്നു എന്നത് ബാഴ്സയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ബാഴ്സയ്ക്ക് ഇനി തിരിച്ചു വരാൻ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഗാവിക്ക് ഏറെക്കുറെ ഈ സീസൺ ഫുള്ള് നഷ്ടമായേക്കും. പിന്നെ മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ, അദ്ദേഹം തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും കണക്കാണ് എന്നൊരു അവസ്ഥയാണ് കറന്റ് ഉള്ളത്. പെഡ്രിയും ഏറെക്കുറെ ഒരു 1 month 2 monthനകത്ത് 1.5 monthനകത്തൊക്കെ തിരിച്ചു വരും എന്ന് പറയുന്നു. ചിലപ്പോൾ 2 വീക്കിലൊക്കെ അദ്ദേഹം തിരിച്ചു വരുമെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇഞ്ചുറിയുടെ കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യവും പ്രോപ്പറായിട്ട് പറയാൻ കഴിയത്തില്ല. അപ്പം അത് തന്നെയാണ് എനിക്ക് ഈ ഒരു ഇതിലും പറയാനുള്ളത്. പിന്നെ ഫ്രാങ്കി ഡിജോങ്ങിന് റെഡ് കാർഡ് സസ്പെൻഷനാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത ലാലിഗ മാച്ചിൽ കാണും. പിന്നെ UCL അതിലും കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാലോ, ബാഴ്സയുടെ അടുത്ത മാച്ച് എന്ന് പറയുന്നത് UCL ചെൽസിക്കെതിരെയാണ്. അറിയാലോ, ചെൽസി എന്ന ടീം വമ്പന്മാർക്കെതിരെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും നോക്കി കാണണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടെയിൽ.